അവസ്ഥയിലാണ് പെട്ടുപോയത്. ഇവിടെയാ നമ്മൾ ആലോചിക്കേണ്ടത്. പൂർവികര് പാലിച്ച ഒരു നിയമത്തിന്റെ വിലയും അവര് പാലിച്ചൊരു നിയമത്തിന്റെ ശ്രദ്ധയും എത്ര വലുതാണ്. അള്ളാഹു നിർബന്ധമാക്കിയ നിർബന്ധങ്ങൾ നമ്മുടെ ശരീരത്തിന്റെയോ സൗകര്യത്തിന്റെയോ രൂപഭാവങ്ങൾക്കനുസരിച്ച് മാറ്റാതെ വളരെ കർശനമായി തന്നെ കൊണ്ടു നടക്കാനുള്ള കെൽപ്പ് നേടണം. റബ്ബ് നമ്മോട് നിർബന്ധമാക്കിയ നിർബന്ധങ്ങൾ അതിൽ വിട്ടുവീഴ്ച വരുത്താതെ അത് പാലിക്കണം എന്ന് പറഞ്ഞാൽ നിസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയ ഒരു കാര്യമല്ലേ. ഇപ്പൊ അടുത്ത് എന്നെ വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ എന്റെ ഭാര്യ, അദ്ദേഹം അനുഭവം പറഞ്ഞാണ്, എന്റെ ഭാര്യ, ഞാൻ അയാളെ നാട്ടിൽ വാതിന് പോയിരുന്നു, എന്റെ ഭാര്യ ഹൈലിൽ നിന്ന് ഒരു വൈകുന്നേര സമയം വൃത്തിയായാൽ ശുദ്ധിയായാൽ 5 or 6 ദിവസമൊക്കെ സാധാരണ ഒരു മാസത്തിൽ മെൻസസ് ഉണ്ടാവുമല്ലോ, അത് കഴിഞ്ഞ് ശുദ്ധിയായാൽ കുളിക്കണം. കുളിച്ചിട്ട് എന്താകണം? അസറിന്റെ ടൈം, ആ ടൈമിൽ അസർ നിസ്കരിക്കണം. അങ്ങനെയല്ലേ വേണ്ടത്. പക്ഷെ ഞാൻ എത്ര പറഞ്ഞാലും അന്നത്തെ അസർ അങ്ങനെ, മഗ്രിബും അങ്ങനെ, ഇശാവും അങ്ങനെ, സുബഹിയും അങ്ങനെ, പിറ്റേന്ന് ളുഹ്റാകുമ്പോഴേ ജോലിയൊക്കെ ഒന്നൊരു ഭാഗത്ത് റെഡിയാക്കിയിട്ട് കുളിച്ച് നിസ്കരിക്കുള്ളൂ. എന്നാ ഈ കഴിഞ്ഞ നിസ്കാരങ്ങളൊക്കെ അതൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ, അത് പറ്റൂല. അവിടെ അസറിന്റെ സമയത്താണ് ശുദ്ധിയാകുന്നതെങ്കിൽ ആ ടൈമിൽ തന്നെ നിർബന്ധ കുളി കുളിച്ച് അസർ നിസ്കരിക്കണം. മറ്റേത് അസറും വെറുതെ ഒഴിവാക്കി, മഗ്രിബും വെറുതെ ഒഴിവാക്കി വൻകുറ്റം, ഇശാവും വെറുതെ ഒഴിവാക്കി വൻകുറ്റം, സുബഹിയും വെറുതെ ഒഴിവാക്കി വൻകുറ്റം. എത്ര വൻകുറ്റങ്ങളായി. വീടുകളിലൊക്കെ 40 വരെ എന്നുള്ള വിശ്രമത്തിന് കഴിയുന്ന, പ്രസവം കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന നല്ല സഹോദരിമാരുണ്ടാകും. വിശ്രമിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, നല്ല ഉള്ളിച്ചോറും കൊടുത്തോളി, അതിനും കുഴപ്പമില്ല. പക്ഷേ എന്നാണോ അവരുടെ നിഫാസ് രക്തം നിലക്കുന്നത് അന്ന് കുളിച്ച് വൃത്തിയായി നിസ്കരിക്കണം. 40 ആകാൻ അതിന് കാത്തിരിക്കരുത്. 20 തന്നെ രക്തം നിലച്ചോ ബാക്കി 20 ദിവസം ഫ്രീ ആയിട്ട് അങ്ങനെ കിടക്കുകയോ, ഇടങ്ങേറി പിടിച്ച കിടത്തമാണത്. ടൈമുകളിൽ നിസ്കരിക്കണം. പിന്നെ കുട്ടിക്ക് ഒത്താശ ചെയ്ത് വിശ്രമിച്ചോട്ടെ, ഭക്ഷണം കഴിച്ചോട്ടെ, ഉറങ്ങിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ഈ നിർബന്ധ നിസ്കാരങ്ങൾക്ക് വിട്ടുവീഴ്ച വരുത്തിക്കൂടാ. എത്ര തിരക്ക് പിടിച്ച ജോലിക്ക് പോകുന്ന കൂട്ടുകാരോടും ഞാൻ പറയട്ടെ, എത്ര തിരക്ക് പിടിച്ച ജോലിയാണെങ്കിലും, എത്ര സമയം വേണ്ടി വരുന്ന ജോലിയാണെങ്കിലും, ഒരു 5 മിനിറ്റ് നേരമല്ലേ ഒരു നിസ്കാരത്തിന് നമുക്ക് വരുന്നുള്ളൂ. ഏറിപ്പോയാൽ ഒരു 7 മിനിറ്റ് സമയം. ആ ഒരു 7 മിനിറ്റ് സമയം, അതിലധികം സമയം നമുക്ക് ഭക്ഷണം കഴിച്ചാൽ ഒരു പക്ഷേ കിട്ടുന്നുണ്ട്. ആ ടൈമാകുമ്പോ ഒരു 7 മിനിറ്റ് സമയം വാങ്ങിയിട്ട് നമ്മൾ നിസ്കരിക്കണം. അല്ലാഹു തആല ആ ജോലിയിൽ തരുന്ന ബറക്കത്തിന് കയ്യും കണക്കുണ്ടാകൂല. അല്ലാഹു തആല ഒരു പക്ഷേ പരീക്ഷണത്തിന് ഒരു നിസ്കാരവും നിസ്കരിക്കാതെ തന്നെ ഇഷ്ടം പോലെ സാമ്പത്തിക സ്രോതസ് തന്നേക്കും. പിന്നീട് അതൊരു പരീക്ഷണമായി, ഫിത്നയായി, ബല ആയി മാറും. ദുനിയാവിലും അതുകൊണ്ട് ഇടങ്ങേറ് വരും, ആഖിറത്തിലും അതുകൊണ്ട് ഇടങ്ങേറ് വരും. അങ്ങനെയുണ്ടാകരുത്. എത്ര തിരക്ക് പിടിച്ച ജോലിയിലാണെങ്കിലും ടൈമാകുമ്പോ നിസ്കരിക്കണം. പറയട്ടെ, ഏത് യാത്രയിലാണെങ്കിലും അങ്ങനെ വേണം. യാത്രയിലാണെങ്കിലും വേണം അങ്ങനെ. യാത്രയിൽ എന്ന് പറഞ്ഞാല് വിമാനത്തിൽ പോകുന്ന നമ്മൾ ആൾക്കാർക്ക് നിസ്കരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാ, വിമാനത്തിൽ യാത്ര ചെയ്യാൻ തന്നെ പേടിയാണ്. നിസ്കരിക്കാനൊക്കെ 3/4 മണിക്കൂർ, 1 മണിക്കൂർ. എയർ ഇന്ത്യ വിമാനം വൈകിയപ്പോ 1.5 മണിക്കൂർ, പിന്നെയും കിട്ടി 3/4 മണിക്കൂർ. സമയം കിട്ടിയിട്ടും നിസ്കാര ഹാളിൽ ആ ടൈമിൽ ആകെ എത്തിപ്പെടുന്നത് 10 or 20 ആൾക്കാരേ ഉള്ളൂ. നോക്ക് നിങ്ങൾ നമ്മുടെ അവസ്ഥ, നമ്മുടെ കാര്യം നോക്ക് നിങ്ങൾ. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് നിസ്കാരത്തിന്റെ വിഷയത്തിൽ, ഫർളിന്റെ വിഷയത്തിൽ ഏറ്റവും വലിയ ശ്രദ്ധയുണ്ടാകും. ഫർളൊന്നും പെരടിയിൽ വെച്ചിട്ട് നമ്മൾ വിട്ടുപിരിഞ്ഞു പോകാൻ പാടില്ല.
ഫർളൊക്കെ അതിൻ്റെ മുറപ്രകാരം വീട്ടണം. മുക്കല്ലഫായ ജീവിതം മുതൽക്ക് ഏതെങ്കിലും ഒരു ഫർള് അകാരണമായിട്ടോ കാരണമായിട്ടോ ഒഴിവാക്കിയത് ഇപ്പോഴും വീട്ടാതെ ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ വിഷയം കൂടി കൃത്യമായി വീട്ടിയിട്ട് അള്ളാഹുവോട് ശരിക്ക് പറഞ്ഞിട്ട് ആ വിഷയത്തിൽ നിന്ന് നമ്മൾ മടങ്ങണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷണത്തിന് വിധേയമാക്കാതിരിക്കാനാണ് ഞാനത് പറഞ്ഞത്. എല്ലാ രംഗങ്ങളിലും അത് കാത്തു സൂക്ഷിക്കണം, അത് ശ്രദ്ധിക്കണം. ഒരു ഫർദിലും വിട്ടുവീഴ്ച വരുത്തരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മരണാസന്നനായി കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് അവസാനം കൊടുക്കുന്ന ഉപദേശം, ഫർള് നിങ്ങൾ പരിഗണിച്ചുകൊണ്ട് അതിൽ ജനങ്ങളെ നല്ലോണം സജീവമാക്കണം. ഒരൊറ്റ ഫർളും നിങ്ങൾ ബാക്കി വെക്കരുത്. സുന്നത്ത് നിർവഹിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ജാഗ്രത അതിനേക്കാൾ അധികം ഫർളിന് നിങ്ങൾ ജാഗ്രത കാണിക്കണം. ഫർള് ഒരു ഭാഗത്ത് ബാക്കി വെച്ചിട്ട് സുന്നത്ത് കൊണ്ട് സജീവമാകരുത്. കൂട്ടത്തിൽ മറ്റൊന്നാണ് സഹോദരിമാരെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. സ്കൂളുകളിലും കോളേജുകളിലും പോകുന്ന നമ്മുടെ വിദ്യാർത്ഥിനികൾ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും നമ്മൾ കാണണം. പഠിക്കാൻ പോകണ്ട അറിയാൻ പറ്റൂല, പഠിക്കേണ്ട ആവശ്യം തന്നെയാണ്. പഠിക്കാതെ പിന്നെ പുരയൊക്കെ ഒന്നായിട്ട് കൊടുത്തുതരുമോ? പക്ഷെ അതിനുള്ള സൗകര്യ സംവിധാനം ഉണ്ടാക്കാൻ പറയണം. ആൺകുട്ടികൾക്ക് കാര്യമായിട്ട് വിഷയമല്ല, അവിടെ എവിടെയെങ്കിലും പള്ളിയിൽ കയറിക്കൊള്ളും. പക്ഷെ നമ്മുടെ സഹോദരിമാർ, പെൺകുട്ടികൾ, അവർക്കൊരു ചെറിയ താൽക്കാലികമായിട്ടൊരു മറ വെച്ചൊരു ചെറിയ ഹാളുണ്ടെങ്കിൽ എന്ത് സുഖം നിസ്കരിക്കാൻ. ഏതായാലും ഒരു മണിക്കൂർ ഉണ്ടാകും ഭക്ഷണത്തിന് വിടുന്ന നേരത്ത്. ഒരാൾക്കൊരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ്, 7 മിനിറ്റ് പോരെ. ഒരു സ്കൂളിൽ അങ്ങനെ 3000-4000 കുട്ടികളുണ്ടെങ്കിലും അതിൻ്റെ പകുതി വരുന്ന കുട്ടികളിൽ 1000-1500 കുട്ടികൾ പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ പറ്റും ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ. പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ നിങ്ങൾ? നമ്മൾ ആണുങ്ങളെ പ്രശ്നമാണ്. പെണ്ണുങ്ങളെ ഞാൻ കുറ്റം പറയുന്നത്, ആണുങ്ങളെ പ്രശ്നമാണ്. എന്താണ്? PTA വിളിച്ചാൽ അവരെ ഉന്തിയേക്കും. ഒരു PTA മീറ്റിംഗ് വിളിച്ചാൽ അപ്പോൾ ഉമ്മമാരെ സഹോദരിമാരെ ഉന്തിയേക്കും. എനിക്കെന്ത് ഒരുപാട് തിരക്കുണ്ട്, ജീവിക്കും. നമ്മൾ പോയിട്ട് മുഖ്യമായ വിഷയങ്ങൾ പറയണം അവിടെ. അത് നമുക്കും ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഖൈറാണ്. പള്ളിയായ വഖഫ് ചെയ്യണ്ട, എൻ്റെ ആവശ്യമില്ല, അത് വേണ്ട, അത് സ്കൂളിൽ നടക്കൂല. ഒരു സൗകര്യപ്പെടുത്താൻ, വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാലേ വേറെ ഉപയോഗിക്കാലോ, താൽക്കാലിക സൗകര്യം. അതന്നെ ചില സ്ഥലത്തൊരു ളുഹുർ മതിയാകും. വീട്ടിലേക്ക് എത്താൻ വൈകുകയാണെങ്കിൽ ളുഹുർ അസുഖം കൂടി വേണ്ടി വരും, അത്രേ ഉള്ളൂ. മിക്ക സ്ഥലത്തും ളുഹുർ മതിയാവും. പക്ഷേ ഈ ളുഹുർ നഷ്ടപ്പെട്ടാൽ ഒരു കൊല്ലത്തെ ളുഹുർ എത്ര ഉണ്ട്? ചെറുതൊന്നല്ല ഉള്ളത്, ഒരുപാടുണ്ട്. അപ്പൊ ഏത് മേഖലകളിൽ പ്രവേശിച്ചാലും ഫർളിന് നല്ല പരിഗണന കൊടുക്കണം. അതാണ് തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട